ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാൻ്റെ സുഗന്ധം. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാട്ടായിരുന്നു പാടിയത്. വെറുതെ അവിടെ ഇരുന്നിട്ട് പാടിയാണ്. ഹോട്ടലിൽ ഒരു നമ്മളെ മറ്റേ വെള്ളത്തിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ മുട്ടി പാടിയാണ്. ആ പാടിയപ്പോൾ അത് അങ്ങനെ പിന്നെ അത് ഇൻസ്റ്റയിലൂടെയും പിന്നെ ടിക്ടോക്കിലൂടെയും വാട്സപ്പിലൂടെയും അങ്ങനെ വന്നത് അങ്ങനെയാണ് വൈറലാണത്. എൻ്റേതായ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ശ്രുതി, ആ ശ്രുതി അതാണ് എന്നെ വേർതിരിക്കുന്നത്. ഇപ്പം എൻ്റെ മറ്റേ കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ പാടുന്ന കുട്ടികളുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, എല്ലാവരും ഒന്നിച്ചിരുന്ന് പാടും. പക്ഷെ അവരെല്ലാവരെക്കാളും ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ എൻ്റേതായ ഒരു ശൈലിയിലാണ് എല്ലാം അവതരിപ്പിക്കുക. എനിക്ക് പറച്ചിലറിയില്ല, പാടാൻ മാത്രമേ അറിയുള്ളൂ. ഞാൻ സ്റ്റേജിൽ എൻ്റെ പ്രോഗ്രാമത്തിന് പോയാലും അങ്ങനെ തന്നെയാണ് ആദ്യം തുടക്കത്തിൽ പറയുന്നത്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, ഇവർക്കല്ലാനെ കിട്ടൽ റിസ്ക്, ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. അത് മരിക്കുന്ന സമയത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഈ അടിമ ഉടമയിലേക്ക് ചേരാൻ പോവുകയാണ്. അതാണ് അതിൻ്റെ രസം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കവി. ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയുന്നാൽ, നമ്മളെ പോലത്തെ ഒരു കോലൻ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനല്ലല്ലോ. ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ അവരപ്പോൾ പറയാം അവിടെ ബീവറേജ് ഇല്ല എന്ന് പറയും. അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല, അവിടെ നിരോധിത മേഖലയാണ്. ജയിലില്ല അല്ലേ? ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ അത് കേട്ടിട്ട് ഈ അനാർക്കലിൻ്റെ സംവിധായകൻ്റെ ഫോൺ ചെയ്തിട്ട് ഈ പാട്ട് പാടാൻ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇങ്ങനെ വരുന്നുണ്ട്, പൃഥ്വിരാജ് ഞങ്ങളൊരു പടം അഭിനയിക്കാൻ നിങ്ങളെ വിളിക്കും, വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അയാൾ. പിന്നെ അവരൊക്കെ നിങ്ങൾ വളർന്നു വരാത്ത, നമ്മളെ ലക്ഷദ്വീപിൽ ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്, അവരൊക്കെ വളർന്നു വരാത്തത്, അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളില്ല. ഈസി ടോക്സ് സ്പേസി ടെയിൽസ്, സംഗീത ലോകത്തെ ശബ്ദങ്ങളെ അനുസ്മരിപ്പിക്കാനായി ഒരു പുതിയ ഇടം, ദ സൗണ്ട്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലക്ഷദ്വീപിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ള ഒരു ഗായകനാണ്, സൂഫി സിംഗർ ആൻഡ് വോക്കലിസ്റ്റ് ലിറാർ അമിനി. സർ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, എങ്ങനെയാണ് ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നതും ലക്ഷദ്വീപിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷദ്വീപിലെ വിശേഷം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് അത് വന്ന് കാണലാണ് അതിൻ്റെ രസം. പറഞ്ഞറിയിക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടറിയണം, അതാണ് അതിൻ്റെ രസം. കേരളമായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? കേരളം നമ്മൾ ലക്ഷദ്വീപുമായിട്ട് ബന്ധമുള്ളതല്ലേ, നമുക്ക് എന്താവശ്യത്തിനും കേരളത്തെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. എന്തായാലും ഹോസ്പിറ്റലായാലും എന്തായാലും ഇവിടെ ബന്ധമുള്ളതാണ്, മുന്നേ തന്നെ ബന്ധമുള്ളതാണ്. വീട്ടുകാരായിട്ട് ബന്ധമുണ്ടോ? എങ്ങനെ കേരളത്തിലായിരുന്നോ? ഇല്ല, ലക്ഷദ്വീപ് തന്നെയാണ്. നമ്മൾ ആവശ്യത്തിന്. എങ്ങനെയുണ്ട് കേരളത്തിലെ ഫാൻ ബേസും ആൾക്കാരും സ്വീകരിക്കുന്നതും? വളരെ ഇഷ്ടമാണ്. ആൾക്കാർ നല്ല രീതിയിൽ അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടാറുണ്ടോ? ആൾക്കാർ വന്നിട്ട് നല്ല പാട്ടായിരുന്നു എന്നൊക്കെ? എല്ലാം നല്ല ഉഷാറായിരുന്നു. ഓക്കെ. ശരിക്കും പേര് ലിറാർ അമിനി, ലക്ഷദ്വീപിലെ ആൾക്കാരുടെ പേരെല്ലാം ഇങ്ങനെയാണോ? എന്റെ പേര് ലിറാറാണ്. അമിനി എന്റെ നാടിന്റെ നാട് അമിനിയാണ്. നാട് കൂട്ടിയിട്ടാണ് പേര് കൊടുത്തത്. അവിടെ എല്ലാവർക്കും ഇങ്ങനെയാണോ പേര്? ഇല്ല, വേറെ പേരുകളൊക്കെ ഉണ്ട്. എന്റെ ഇങ്ങനെ ഇത്തിരി കട്ടിയാണ്. നമ്മുടെ ഇവിടെ മീനാക്ഷി അങ്ങനെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു പേരുകളല്ലേ. നമ്മളവിടെ തന്നെ സിമ്പിൾ പേരൊക്കെ ഉണ്ട്. പിന്നെ എന്റെ പേര് ഇങ്ങനെ ആയത്. വേറെ കുറച്ച് ടഫ് പേരുകൾ എന്തൊക്കെയാണ് അവിടുത്തെ? വേറെ കുറച്ച് ഇതേപോലത്തെ പേരുകൾ നമ്മളാരും അങ്ങനെ കേൾക്കാത്ത പേരുകൾ ഉണ്ടാവും. മറ്റേ ദിൽഷാദ് അങ്ങനൊക്കെ കുറെ പേര്, അതൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ. സത്താറും റഹീമും അങ്ങനത്തെ കുറെ പേരുകളാണ്, അങ്ങനത്തെ ടച്ചുള്ള പേര്. കാരണം ലക്ഷദ്വീപിലെ 100% മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മളെ മുസ്ലിംസിന്റെ ആ പേര് തന്നെയാണ്. അപ്പൊ എല്ലാരും ലിറാർന്ന് തന്നെയാണ് അവിടെ വിളിക്കുക? വേറെ എന്തെങ്കിലും ചില പേരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, എല്ലാരും വന്നിട്ട് ലിറാർന്ന് വിളിക്കണം. നമ്മുടെ ഇവിടെ മീനാക്ഷിക്ക് വരെ മീനു എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പേരുകളൊന്നുമില്ല. ആരെയും എങ്ങനെയെങ്കിലും വിളിക്കാറുണ്ടോ? എന്തെങ്കിലും ഇഷ്ടം അങ്ങനെയുള്ള പേരുകൾ? ഇവിടുത്തെ ചില ആൾക്കാർ മാത്രം അതാണ് ഇഷ്ടം. അങ്ങനെയാണ് നമ്മളെ കേരളീയർ മാത്രം. നമ്മളെ നാട്ടിലെല്ലാരും ലിറാറെന്ന് വിളിക്കും. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് പാട്ടിലേക്ക് എത്തുന്നത്? എങ്ങനെയായിരുന്നു? ഞാൻ പാട്ട് വളരെ ചെറുപ്രായത്തിൽ നിന്ന് പാടാൻ തുടങ്ങിയാണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. കേട്ടിട്ട് പാടണം. എൻ്റെ ബാപ്പ, വല്യപ്പ
ഓ എല്ലാവരും ജ്യേഷ്ഠന്മാരെല്ലാവരും പാട്ടുകാരാണ്. ഓക്കെ നമ്മൾ പാരമ്പര്യമായിട്ട് വന്ന പാട്ടാണ്. ഓക്കെ അപ്പോൾ പഠിച്ച പാടലല്ല, കേട്ട് പാടലാണ്. ഓക്കെ ഓക്കെ. സൂഫിസത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? സൂഫിസത്തിലേക്ക് ഞാനിപ്പോൾ ഒരു 10 വർഷം ആയി ഈ വഴിയിൽ പ്രവേശിച്ചിട്ട്. ഒരു ഗുരു ശിഷ്യ ബന്ധം ഉണ്ടല്ലോ, അതിൽ വന്നിട്ടൊരു 10 വർഷമായി. അതിൻ്റെ ശേഷം ഞാൻ ആദ്യകാലത്തൊക്കെ 2000, 2003, 2004 ആ ടൈമിലൊക്കെ ഞാൻ കല്യാണ സദസ്സുകളിലും ഈ ഗാനമേളക്കാരുമൊക്കെ ഇങ്ങനെ ഗാനമേള സ്റ്റേജിലായിരുന്നു പാടിയിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഈ ഒരു ഗുരുശിഷ്യ ബന്ധം ഈ ഒരു വഴിയിലേക്ക്, സൂഫി വഴിയിലേക്ക് പ്രവേശിക്കണമെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണത്, ഈ സൂഫി ഗാനങ്ങളിലേക്ക് മാറുന്നത്. അപ്പൊ ആദ്യം ഗാനമേള, സിനിമാ പാട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആദ്യം കല്യാണ സദസ്സിലൊക്കെ ഇങ്ങനെ ആൽബം സോങ് ഒക്കെ ആയിരുന്നു പാടല്. ഓക്കെ ഓക്കെ. സൂഫി ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതൊരു മൊമെന്റിലാണ് അങ്ങനെ തോന്നിയത്? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ, അതായത് സൂഫി ഗാനങ്ങൾ പാടിയാൽ നല്ലതായിരിക്കും, സൗണ്ട് നല്ലതാണ്? അതെന്റെ സ്വന്തം അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ ഈ വഴിയിലേക്ക് കടക്കുന്നത്. എൻ്റെ 2 കൂട്ടുകാരുണ്ട്, അവർ ഈ വഴിയിലുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനും സൈഡായിട്ട് ഈ വഴി അന്വേഷിച്ച് ഞാനും ആ വഴിയിൽ പ്രവേശിച്ച് എനിക്കൊരു ഗുരുവിനെ കണ്ടു. പിന്നെ അതിനുശേഷം നമ്മൾ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ്, സൂഫീസ എന്ന് പറഞ്ഞാൽ ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പാടുന്നതും ഇതാക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഭ്രാന്തായാൽ എന്നുള്ളൊരു പാട്ട് വളരെ വൈറലായ ഒരു ഗാനമാണ്. ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാമോ? ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്ത് ബന്ധം, ഇരുൾ മൂടിയൊരു വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്തെന്തു രസം. ഈ പാട്ട് സ്വന്തമായിട്ട് എഴുതിയല്ലോ, വേറൊരാൾ? ഇത് ജാബിർ സുലൈം എന്ന് പറഞ്ഞ ആളെഴുതിയാണ്. ജാബിർ സുലൈം സാറ് മൂപ്പര് നമ്മളെ കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ മെഡിസിൻ മാനേജറാണ് അയാൾ. അപ്പോൾ അദ്ദേഹം നമ്മൾ ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്, അവിടെ ഇക്കറേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു ഹോസ്പിറ്റല്. അപ്പോൾ അവിടെ മൂപ്പര് വന്നപ്പോൾ ഒരു 10-12 വർഷം മുന്നേ അവിടെ നിന്ന് മൂപ്പര് ആയിട്ടുള്ള പരിചയമാണ്. അപ്പോഴേക്കും മൂപ്പര് എഴുതുന്നത് എനിക്കറിയില്ല. പിന്നെ അതിന് ശേഷമാണ് മൂപ്പര് എന്താണ് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് മൂപ്പര് എങ്ങനെ അറിയണം. മൂപ്പര് പാട്ട് എഴുതും, സൂഫി ടച്ചുള്ള പാട്ടൊക്കെ എഴുതുന്നത്. പിന്നെ അങ്ങനെ ഈ പാട്ട് എനിക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള പാട്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ എനിക്ക് ഒമാനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് ഒരു പ്രോഗ്രാമത്തിന് ക്ഷണിച്ചപ്പോഴാണ് അവിടെ നിന്നൊരു ഹോട്ടലിൽ ഞാൻ ചായ കുടിക്കായിരുന്നപ്പോൾ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാട്ടായിരുന്നു പാടിയത്. വെറുതെ അവിടെ ഇരുന്നിട്ട് പാടിയാണ്. ഹോട്ടലിൽ നമ്മളെ മറ്റേ വെള്ളത്തിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ മുട്ടി പാടിയാണ്. ആ പാടിയപ്പോൾ അത് അങ്ങനെ പിന്നെ അത് ഇൻസ്റ്റയിലൂടെയും പിന്നെ ടിക്ടോക്കിലൂടെയും വാട്സപ്പിലൂടെയും അങ്ങനെ വന്നത് അങ്ങനെയാണ് വൈറലാണത്. അങ്ങനെ വൈറലായപ്പം ഇത്ര അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഒളിഞ്ഞ് ഇരുന്നിട്ട് പാടുന്ന ആളായിരുന്നു. നാട്ടിൽ മാത്രം കല്യാണ സദസ്സിലും ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പാടുന്ന ആളായിരുന്നു. പിന്നെ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ കക്കടിപ്പുറത്തുള്ള ഒരു ചങ്ങായി, ഒരു ഉസ്താദാണ് അത് ഷൂട്ട് ചെയ്തത് ആദ്യമായിട്ട്. മൂപ്പര് ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഇട്ടിട്ടാണ് ഈ സാധനം ഇപ്പം ഇങ്ങനെ എത്തിയത്. ഇപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോഴും പ്രോഗ്രാം ഉണ്ട്. ഇന്നലെ പെരുമ്പാവൂറായിരുന്നു, പിന്നെ നാളെ കൊടുങ്ങല്ലൂരിൽ, പിന്നെ മറ്റന്നാൾ പൊന്നാനിയിൽ, പിന്നെ നാദാപുരത്തിൽ, അങ്ങനെ 25-ാം തീയതി വരെ പ്രോഗ്രാം ഉണ്ട്. ആഗ്രഹിച്ചിരുന്നോ ചെറുപ്പത്തിൽ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ആഗ്രഹിച്ചിരുന്നു, ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ നാച്ചുറലായിട്ട് നമ്മൾ പാടലാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ പഠിച്ചിട്ട് പാടുന്നതല്ല, സംഗീതം പഠിച്ചിട്ടല്ല പാടുന്നത്, നമ്മൾ കേട്ടിട്ട് പാടുന്നത്. ഞാൻ എൻ്റെതായ ഒരു ട്യൂണാണ്, എൻ്റെതായ ഒരു ഇപ്പൊ ഈ ഭ്രാന്തായാൽ പാടിയ ജാബിർ സുലൈമൊക്കെ പാടിയത് മൂപ്പരതായ ഒരു ട്യൂണിലാണ്. ഞാൻ പാടുന്നത് എൻ്റെതായ ഒരു ശ്രുതിയിലാണ്, ഞാൻ പാടുന്നത് എൻ്റെ ശ്രുതിയിലാണ്. അതാണ് എന്നെ യുണീക്ക് ആക്കുന്ന, നമ്മളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? എന്തൊരു ഫീച്ചർ ആയിരിക്കും? ഞാൻ ബാക്കിയുള്ളവരെക്കാളും ഒരു പടി മുന്നിലാണ്, അല്ലെങ്കിൽ ഞാൻ അവരെക്കാളും വ്യത്യസ്തനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്തായിരിക്കും? അത് ഇപ്പം എൻ്റെതായിട്ട് ഇപ്പോൾ വെറാറോ മിനി ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ എൻ്റെതായ ഒരു ട്യൂൺ ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ പറഞ്ഞ എൻ്റെ ശ്രുതി,
ആ ശ്രുതി അതാണ് എന്നെ വേർതിരിക്കുന്നത്. ഇപ്പം എൻ്റെ മറ്റേ കൂട്ടുകാരുണ്ട്, എൻ്റെ കൂടെ പാടുന്ന കുട്ടികളുണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരുണ്ട്, എല്ലാവരും ഒന്നിച്ചിരുന്ന് പാടും. പക്ഷെ അവരെല്ലാവരെക്കാളും ഞാൻ വ്യത്യസ്തനാണ്. ഞാൻ എൻ്റെതായ ഒരു ശൈലിയിലാണ് എല്ലാം അവതരിപ്പിക്കുക. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഇതുവരെ എത്തിയതും അല്ലേ? ഓക്കെ. വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? വീട്ടില് കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട്. ലക്ഷദ്വീപിന്റെ ഒരു മൊത്തം അതെ എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. 10 ദ്വീപുണ്ട്, 10 ദ്വീപിലും എല്ലാവരും നമ്മളെ എല്ലാവരും അങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചർ അല്ലേ? എല്ലാവരും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും, തമ്മിൽ എല്ലാവർക്കും ഹെൽപ്പും ഉണ്ടാവും. അങ്ങനെ എല്ലാവരും നല്ല സപ്പോർട്ടുമാണ്, എല്ലാം ഉഷാറാണ്. ഇപ്പം ലൈലാനെ പറ്റി പറഞ്ഞു, ജീവിതത്തിലെ ലൈലിനെ പറ്റി പറയൂ. ഇവിടെ ലൈല എന്ന് ഉദ്ദേശിച്ചത്, കവി ഉദ്ദേശിച്ചത് നമ്മളെ പ്രേമഭാജനത്തെയാണ്. ഇവിടെ ഈ പാട്ടിൽ ജാബിർ സുലൈമൊക്കെ ഉദ്ദേശിക്കുന്നത് പ്രേമഭാജനത്തിനാണ്. നമ്മൾ ഇപ്പം ലൈലാനെ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ പ്രേമത്തിൻ്റെ കഥ വരുമ്പോൾ ലൈല മജ്നുവിൻ്റെയാണ് എടുക്കുക. അപ്പോൾ എന്ന പോലെ ഇവിടെ കവി ഉദ്ദേശിച്ചത് നമ്മളെ പ്രേമഭാജനം ദൈവത്തിനെ ആണ്. ഓക്കെ ഓക്കെ. പിന്നെ മീഡിയ വണ്ണില് അക്കാഡമിയിൽ ഗസ്റ്റായിട്ട് വിളിച്ചു, അതുപോലെ ഒത്തിരി ചാനൽസ് ഇന്റർവ്യൂസ് എടുത്തു. എന്ത് തോന്നി ആ ഒരു മൊമെന്റിലെത്തിയപ്പോൾ? തോന്നാനിപ്പോൾ എന്താ പറഞ്ഞാൽ, എനിക്ക് ഇതിപ്പോൾ കൂടുതൽ ഇതിങ്ങനെ ഒന്നും ടച്ചില്ലാത്ത ഒരാളാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വൈറലായപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, എനിക്ക് ഭയങ്കര ഹെർബറിയാണ് ഈ കാര്യത്തിലൊക്കെ. എനിക്ക് പറച്ചിലറിയില്ല, പാടാൻ മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ സ്റ്റേജിൽ എൻ്റെ പ്രോഗ്രാമത്തിന് പോയാലും അങ്ങനെ തന്നെയാണ് ആദ്യം തുടക്കത്തിൽ പറയല്. ചില ആൾക്കാർക്ക് പറച്ചിലും പാട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അങ്ങനെ അറിയില്ല, പറച്ചിലറിയില്ല, പാട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ടും കൂടി പാടാവോ, ഒന്ന് കൂളാവാൻ? ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിഷ്ക്, ഇവർക്കല്ലാനെ കിട്ടല് റിസ്ക്, ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. ഈ വരികളൊക്കെ എഴുതുന്നത്, ഈ വരികള് ഉസ്താദ് അഷ്റഫ് പാലപ്പെട്ടി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. മൂപ്പര വരികളും പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ്. ജാബിർ സുലൈം ഖാനെ പോലെ തന്നെ ജാബിർ സുലൈം ഭ്രാന്തായിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെതും ഈ അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദിൻ്റെ പാട്ടൊക്കെയാണ് നമുക്ക് കൂടുതലും ഇഷ്ടമുള്ളതും. അവരെ പാട്ടാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യല്. ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കണക്ഷൻ തോന്നിയിട്ടുള്ള ഒരാൾ, എൻ്റെ ഒരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആയിട്ട്? ഗായകനായതോടെ, ഒരു മ്യൂസിക്കിലേക്ക് വന്നതോടെ ഞാൻ ഇയാളെ കണ്ടുമുട്ടി, എനിക്കതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കും എന്ന് പറയുന്ന ഒരു ആളോ ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും? അത് ഇപ്പോൾ പറഞ്ഞ ഇവർ രണ്ടുപേരും തന്നെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ പാടുന്ന പാട്ട് കൂടുതലും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ബഷീർ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ നാട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഓൻ്റെ ലിറിക്സും ഓൻ്റെ വരികളുമാണ് കൂടുതലും ഞാൻ പാടിയതും. അതായത് ഇപ്പോൾ ദ്വീപിലും എല്ലാ സ്ഥലത്തിലും ഞാൻ പാടിയതും ഓൻ്റെ വരികളാണ് കൂടുതലും. അത് ഈ ഗുരു ശിഷ്യ ബന്ധത്തിനെ കുറിച്ച് തന്നെയാണ് ഓനും എഴുതുന്നത്. ഗുരുശിഷ്യ ബന്ധത്തെ പറ്റി പാടാനാണ് കൂടുതൽ ഇഷ്ടം? ഏത് ടൈപ്പ് ഓഫ് പാട്ടുകൾ പാടാനാണ് ഇഷ്ടം? ഏകദേശം എല്ലാ ടൈപ്പിലും നമ്മൾ പാടും. അതായത് നമുക്കിപ്പോൾ ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാട്ടിൻ്റെ ട്യൂണിൽ നമ്മൾ എന്ത് ചെയ്യും, വരികൾ ഉണ്ടാക്കും. പാരഡി ഗാനങ്ങൾ വരികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് പാടുക. പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? പാരഡി അങ്ങനെയല്ല, അവര് എഴുതുന്ന പാടൽ മാത്രം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ടുകൾ, ഇനി ഞാൻ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അതിപ്പോ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാതങ്ങൾ ദൂരെ അറബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ കാണുന്നുണ്ടൊരു നാളില്, അന്തിക്ക് ഞാനൊന്ന് കണ്ണടച്ചാൽ കിനാവില്, അറിയാതെ നീ വന്ന് കുളിരേകുന്നുണ്ടൻ കൽബില്, ഏതോ വാനിലിരുന്ന് രാക്കിളി പാടുമ്പോൾ എൻ്റെ മുത്തേ നിന്റെ ശബ്ദം ഞാനപ്പോൾ
ഇപ്പോൾ കേൾക്കുന്നു. കസ്തൂരി വീശി മണം കാറ്റിൽ വന്നണയുമ്പോൾ കൺമണി നിന്റെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു. ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ള ഗാനം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ സ്കൂളിൽ ചെറുപ്രായത്തിൽ പഠിക്കുമ്പോൾ കേട്ട് മറന്നതായ ഒരു പാട്ടാണ്. അത് ഈ മലയാളി പ്രവാസികൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാനത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അത് ആവശ്യപ്പെട്ടത് നമ്മളെ മലയാളി പ്രവാസികളാണ്. ഈ ഒരു ഗാനമാണ് പാടാൻ ആവശ്യപ്പെട്ടത്. അതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അത്. സ്റ്റേജിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഈ ഒരു ഗാനം കേൾക്കണം എന്ന് അവരാവശ്യപ്പെടുന്ന ഒരു ഗാനം ഏതായിരിക്കും? അത് ആദ്യമൊക്കെ ആൽബം സോങ് ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈ ഭ്രാന്തായാൽ എന്ത് സുഖം. പിന്നെ അതിന് ശേഷം ഞാൻ ഇതാക്കിയത് ഇതിന് മറുപടി ആയിട്ട്. അപ്പോൾ ഇതിൽ ഭയങ്കര ഒരു സംവാദം ഇതിൻ്റെ ഇടയിൽ ഈ ഭ്രാന്തായാൽ എന്ത് രസമെന്ന് പറഞ്ഞിട്ട് കുറെ ഉസ്താദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ വ്യാഖ്യാനം. അവർ ചോദിച്ച് ഭ്രാന്തായാൽ എന്ത് സുഖമാണെന്ന്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമ ഉടമയോടുള്ള, അതായത് സൃഷ്ടാവിനോടുള്ള സ്നേഹമാണ് നമ്മളെ ഭ്രാന്ത്. പിന്നെ അത് മരിക്കുന്ന സമയത്ത് സക്കറാത്തുൽ മൗത്ത് എന്ത് രസം. അത് മരിക്കുന്ന സമയത്തിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഈ അടിമ ഉടമയിലേക്ക് ചേരാൻ പോവുകയാണ്. അതാണ് അതിൻ്റെ രസം. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കവി. പിന്നെ ഇതിനെ ആൾക്കാരിങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ പറഞ്ഞു പെരുപ്പിച്ച്. അപ്പോൾ അതിന് ശേഷം ഞാൻ മറ്റേ KM മുനീർ, കിനാശ്ശേരിയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് KM മുനീർ. മൂപ്പർ അതിൻ്റെ ശേഷം അതിന് മറുപടി ആയിട്ട് എഴുതിയ ഒരു സാധനമാണ് ഇത്. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം. ഭ്രാന്തെന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാം. അത് KM എന്ന് പറഞ്ഞ ആള് ഈ പാട്ടിന് ഒന്നുകൂടെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു സാധനമാണ്. KM മുനീർ എന്നാണ് മൂപ്പരുടെ പേര്. KM എന്ന് പറഞ്ഞ് മൂപ്പർ അറിയപ്പെടുന്നത്. ഭ്രാന്തായാൽ എന്നുള്ള ഗാനം പല സ്ഥലത്തും പല രീതിയിലാണ് പരാമർശിക്കപ്പെട്ടത്. പല സ്ഥലത്തും അത് വിവാദമായി മാറി. അപ്പോൾ അതെങ്ങനെയായിരുന്നു ജീവിതത്തെ ബാധിച്ചത്? എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. പക്ഷെ അത് പിന്നെ അത് എഴുതിയ ആളും പിന്നെ അതിന് ട്യൂണിട്ട ആളും അത് പാടിയ ആളും എല്ലാം അയാളെ തന്നെയാണ്. ജാബിർ സുലൈം എന്ന് പറഞ്ഞ ആളെ തന്നെയാണ് ഇത് എഴുതിയതും അത് ട്യൂണിട്ടതും അത് പാടിയതും. അദ്ദേഹം 4 വർഷം മുന്നേ പാടിവിട്ടൊരു സാധനമായിരുന്നു. പക്ഷെ അത്ര വരെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല ആ പാട്ട്. പിന്നെ ഇത് ഞാൻ ഇങ്ങനെ പാടിയപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഞാൻ എൻ്റെതായ ഒരു ശ്രുതിയിൽ പാടിയപ്പോഴാണ് അത് ആൾക്കാർ ശ്രദ്ധിച്ചത്. അപ്പോൾ ജാബിർ സുലൈം ഇവിടെ ഇപ്പോൾ ജീവനോടെ ഉള്ളത് കാരണം പിന്നെ നമുക്ക് കവി എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ പാട്ടിൻ്റെ ഒരു മീൻസ് ആദ്യത്തെ ആ 2 ലൈൻ മാത്രം അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ അവർ പറയണത് ഭ്രാന്ത്, അവർ മറ്റൊരു ഭ്രാന്തിനെയാണ് പറയണത്. നമ്മൾ പറയുന്ന ഭ്രാന്ത് വേറെയാണ്. സൂഫിസത്തിൽ ഭ്രാന്ത് വേറെയാണ്. സൂഫിസത്തിൽ നമ്മൾ ലൈല മജ്നുവിൻ്റെ കഥ പോലെയാണ്. എവിടെ കണ്ടാലും ആ സാധനം തന്നെയാണ്. എവിടെ നോക്കിയാലും എവിടെ ഇതുണ്ടായാലും ആ സാധനത്തിനെ തന്നെയാണ് കാണുന്നത്. ആ ഒരു ഭ്രാന്താണ് അവിടെ പറയണത്. ഇത് പല സ്ഥലത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇതിങ്ങനെയല്ല. ഇല്ല, എനിക്കായിട്ട് അങ്ങനെ വന്നിട്ടില്ല. കാരണം സാർ തന്നെയാണ് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഞാൻ പോയിരുന്നു, അദ്ദേഹത്തെ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഇരുന്നിട്ട് വേറൊരു പാട്ട് തന്നെ വീണ്ടും ഒന്നുകൂടെ പാടി. ഞാൻ ഇക്കറയിൽ കാണാൻ വേണ്ടി പോയി, മൂപ്പറ ഓഫീസിൽ പോയി കണ്ട് സംസാരിച്ച്. ഞങ്ങൾ 10 വർഷം മുന്നേ ഉള്ള കൂട്ടം. ഈ പാട്ട് കേട്ടിട്ട് എന്താ പറഞ്ഞത്? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, സാറിന് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ഒമാന് പോകുമ്പോൾ തന്നെ സാറിനോട് പറഞ്ഞിരുന്നു, എനിക്ക് ചാൻസ് കിട്ടുക, എവിടെന്നെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഈ പാട്ട് പാടും എന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഈ പാട്ടാണ് പാടിയത്. പക്ഷെ എന്നെ പരിപാടിക്ക് വിളിച്ചത് വേറൊരു പരിപാടിക്കാണ്. അത് നമ്മളെ റബീഉൽ അവ്വലിൻ്റെ മദ്രസയിൽ ഒരു പരിപാടിക്കായിരുന്നു എന്നെ ക്ഷണിച്ചത്. ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറിയപ്പോഴാണ്, നമ്മളൊരു മലയാളീസിൻ്റെ ഒരു ഹോട്ടലായിരുന്നു അത്.
അപ്പോൾ അവർ അത് എൻ്റെ പോസ്റ്റർ കണ്ടിരുന്നു. എൻ്റെ പോസ്റ്ററിൽ എന്നെ കണ്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ പാട്ട് പാടാൻ വന്ന ആളല്ലേ ഒമാനിൽ, ആ പാട്ടൊന്ന് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ പാട്ടാണ് ഞാൻ പാടിയത്. ജാബിർ സുലൈമക്കാൻ്റെ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടും അദ്ദേഹത്തെ എല്ലാം നമുക്ക് ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ്. പാട്ടും വരികളും ഒക്കെ നല്ല ഒരു ചിന്തിക്കാനുള്ളൊരു സാധനങ്ങളാണ് മൂപ്പർ പാടണം. മൂപ്പർ എല്ലാ ഇതിലും ഗസ, പിന്നെ നമ്മളെ ഫലസ്തീന്, അവർക്കൊക്കെ പാടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ വരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളാണ് ഇൻസ്പിറേഷൻ. അയാളുടെ പാട്ടുകളും വരികളും എഴുതാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതുപോലെ മൂപ്പര കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പര ഹജ്ജിൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. ഇബ്രാന്തായാൽ ഹജ്ജിൻ്റെത്, പിന്നെ ഗസ, ഫലസ്തീന്, അങ്ങനെ കുറേ പാട്ടുകളൊക്കെ മൂപ്പര ഇറക്കിയിട്ടുണ്ട്. നോൽമ്പിൻ്റെത്, പെരുന്നാളിൻ്റെത്, ഓരോ വിഷു ഇങ്ങനെ ഓരോരോ കാര്യപ്പെട്ട ദിവസങ്ങൾ വരുമ്പോഴും മൂപ്പര അതിനനുസരിച്ചതായ വരികളും ഇതൊക്കെ കൊണ്ടുപോകും. വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്, ചിന്തിക്കേണ്ട കുറേ വരികളാണ് മൂപ്പര. അല്ല അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദ്, മൂപ്പരത് ഇങ്ങനെ വളരെ ചിന്തിക്കാനുള്ളതും. ഇപ്പം നമ്മൾ ഇഷ്ക് പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയുന്നാൽ, നമ്മളെ പോലത്തെ ഒരു കോലൻ നമ്മളെ മുന്നിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനല്ലല്ലോ. അത്തരം വരികളാണ് അവരൊക്കെ എഴുതണത്. അപ്പം അത്തരം സൂഫി ടച്ചുള്ള പാട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ അതിന് ശേഷം ഈ 10 വർഷത്തിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ആൽബം സോങ്ങോ അങ്ങനത്തെ ഏതെങ്കിലും പാട്ട് പാടിയിട്ടില്ല. ഞാൻ 10 ദ്വീപിലും എന്നെ അറിയപ്പെടും. ഞാൻ രാഷ്ട്രീയത്തിലും ഒക്കെ എന്നെ എല്ലാവരും കൊണ്ടുപോയി 10 ദ്വീപിലും പാടിക്കുന്ന ആളാണ്. പിന്നെ അതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഞാനൊന്നും പാടിയിട്ടില്ല. സൂഫി ഗാനങ്ങൾ മാത്രമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും അർത്ഥവത്തായ വരികളാണ്, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ ചിന്തിച്ച് എനിക്കും ഒരെണ്ണം എഴുതണം എന്ന് തോന്നിയിട്ടുണ്ടോ? എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ല, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബഷീർ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ നാട്ടുകാരനാണ്, അമിനി ദീപകാരനാണ്. അപ്പം മൂപ്പരിങ്ങനെ എഴുതുമ്പോൾ മൂപ്പരടുത്തിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൽ, എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലാതെ പിന്നെ എഴുതാൻ നമുക്കില്ല. കാരണം ഒന്നും പഠിച്ചിട്ടില്ല, മുട്ടാനും പഠിച്ചിട്ടില്ല, കൊട്ടാനും ഒന്നും പഠിച്ചിട്ടില്ല. ഞാനെല്ലാം എൻ്റെ സ്വയം ചെയ്യുന്നതാണ്. മുട്ടലും എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പാടുമ്പോൾ ഞാൻ തന്നെ മുട്ടും. ഞാനുള്ള സദസ്സിൽ നമ്മളെ ദ്വീപിൽ ആരും മുട്ടൂല, എന്നെ കൊണ്ട് തന്നെയാണ് മുട്ടിക്കുക. താളം പിടിപ്പിക്കലെല്ലാം എന്നെ കൊണ്ട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നടക്കുന്നില്ല. നമ്മൾ അത്ര ഒന്നും ആയിട്ടില്ല. നമ്മളൊരു ഇപ്പൊ പറഞ്ഞില്ല, നമ്മൾ ഒളിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ പാടുന്ന ഒരാളായിരുന്നു. പിന്നെ ഇനി ഭാവിയിൽ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? എന്ത് പൊസിഷനിലേക്ക് എത്തണമെന്നാണ്? ഇപ്പൊ എന്തായാലും ഇത്രയും എത്തുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിലും വലുത് എന്താണ് ആഗ്രഹിക്കുന്നത്? അതിന് പറയാൻ പറ്റില്ല. ഇതിന് ഇങ്ങനെ തന്നെ പോട്ടെ, നോക്കട്ടെ അവസാനം എങ്ങനെയാണെന്ന് നോക്കാം. എന്നാലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ജീവനാണ്. പാട്ട് സിനിമയിൽ പാടണമെന്ന് ആഗ്രഹിക്കും. സിനിമയിൽ പാട്ടാൻ ചാൻസ് സിനിമയില് നമ്മളവിടെ ഒരു അനാർക്കലി, പൃഥ്വിരാജ് ചേട്ടൻ അവര് അഭിനയിച്ച പടം ഉണ്ടായിരുന്നല്ലോ, അനാർക്കലി. അത് ലക്ഷദ്വീപിലാണ് ഇതാക്കിയത്. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അനാർക്കലിന്റെ സംവിധായകൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാനൊരു പാടിയൊരു പാട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും അത് ശ്രദ്ധിച്ചാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കേൾക്കും. അത് ഇപ്പോഴും ഉണ്ട് ആ പടത്തിൽ. അത് പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറിടും. പ്രാണന്റെ വെളിച്ചത്തിലാടും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറും പക്ഷി നിന്റെ കൂടും വെടിഞ്ഞങ്ങ് പാറിടും. ഈ പാട്ട് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പാടിയൊരു പാട്ടാണ്. അതായത് നമ്മളെ ലക്ഷദ്വീപിൽ പാടി മറഞ്ഞതായ, മുൻഗാമികൾ പാടി മറഞ്ഞതായ പാട്ട്. അത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ ട്രെൻഡിനനുസരിച്ച് അപ്പോഴുള്ള ആ ട്രെൻഡിനനുസരിച്ച് പാടിയതാണ്. അത് കിൽത്താൻ ദ്വീപിലുള്ള സലീം എന്ന് പറഞ്ഞ ഒരു ചെങ്ങയാണ് എനിക്ക് ഈ പാട്ട് തരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ്. എൻ്റെ ദീപകാരനല്ല, വേറൊരു ദ്വീപാണ് മൂപ്പര്. അപ്പോൾ മൂപ്പരാണ് ഈ പാട്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അന്ന് പാടിയ സദസ്സിൽ അന്ന് ജഡ്ജ്മെൻറ്റിന് ഇരുന്നത് ഈ പാലപ്പെട്ടി ഉസ്താദാണ്, അഷ്റഫ് പാലപ്പെട്ടി ഉസ്താദാണ് എന്നെ കൊണ്ട് ഈ പാട്ട് ഔട്ടിലേക്ക് പാടിച്ചത്. പിന്നെ അത് കേട്ടിട്ട് ഈ അനാർക്കലിൻ്റെ സംവിധായകൻ എന്നെ ഫോൺ ചെയ്തിട്ട് ഈ പാട്ട് പാടാൻ ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇങ്ങനെ വരുന്നുണ്ട്, പൃഥ്വിരാജ് ഞങ്ങളൊരു പടം അഭിനയിക്കാൻ നിങ്ങളെ വിളിക്കും, വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു അയാൾ. അപ്പോൾ പിന്നെ അവർ ദ്വീപിൽ വരുമ്പോഴേക്ക് ഞാൻ കണ്ണൂരിൽ വേറൊരു പരിപാടിക്ക് വന്നു, കണ്ണൂർ ഭാഗത്ത്.
പിന്നെ എനിക്ക് അങ്ങനെ അത് എത്തിയിട്ടില്ല. പിന്നെ അവരെന്ത് ചെയ്തു, നമ്മളെ വോക്കൽ മാത്രം. എന്നാലും നോക്കി എന്തൊരു ഭാഗ്യമാണ്, പലരും ചാൻസ് അന്വേഷിച്ച് അങ്ങോട്ട് പോകുമ്പോ നമ്മളെ തേടി വരുന്നു അല്ലേ. അപ്പൊ അതൊക്കെ നമുക്കൊരു സന്തോഷമായിരുന്നു. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. അതിപ്പോ അനാർക്കലി പടത്തിൽ ഇപ്പൊ അതുണ്ട്, ആ പാട്ടിന്റെ ഒരു 4 വരി അവരെടുത്തിട്ടുണ്ട്, ആ ഒരു വോക്കൽ, നമ്മള് ആ വോയിസ് മാത്രം. നമ്മളവിടെ ഇല്ലെങ്കിലും നമ്മുടെ വരികൾ അവരെടുത്തു. ഓക്കെ. പിന്നെ എപ്പോഴെങ്കിലും സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ പൃഥ്വിരാജ് ചേട്ടൻ ഇപ്പൊ ഒന്നുണ്ടല്ലോ, ഖലീഫയില് നമ്മളെ ഈ പാട്ട് തന്നെ എടുത്തിട്ടുണ്ട്, ഭ്രാന്തായാല്. പിന്നെ അത് ആര് പാടും അത് അറിയില്ല ആരും. അത് സാർ തന്നെയോ ജാബിർ സുലൈം സാർ തന്നെ പാടും, അത് അറിയില്ല. അത് എടുത്തിട്ടുണ്ട് ആ പാട്ട്. ഇനി സിനിമയിൽ പാടണം എന്ന് ഇനി ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, ആഗ്രഹിക്കാലോ എല്ലാം. നമ്മളൊന്നും ആഗ്രഹിക്കാൻ ഇത്ര എത്തിയില്ലേ, അപ്പൊ എന്തായാലും നടക്കും. ബിക്കോസ് അത്രയും നല്ല സൗണ്ടാണ്. പിന്നെ വേറെ എന്തൊക്കെയാ, വീട് കുടുംബം ഒക്കെ എവിടെയാണ്? ലക്ഷദ്വീപ് അല്ലേ എല്ലാവരും? മരിച്ചുപോയി, ഉമ്മ ഉണ്ട്, 3 പെങ്ങന്മാരും, ഞങ്ങൾ 4 ആണുങ്ങളും. പിന്നെ എൻ്റെ വൈഫ് ഹൗസ് ആന്ത്രോത്ത് ദ്വീപാണ്, വേറൊരു ദ്വീപാണ്. ആന്ത്രോത്ത് എന്ന് പറയുന്ന ദ്വീപാണ്. കല്യാണം കഴിച്ച അവിടെയാണ്. 2 കുട്ടികളുണ്ട്, ഒരാണും ഒരു പെണ്ണും. അവരും പാട്ടൊക്കെ പാടും? ഇല്ല, കുട്ടിക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓന് പഠിപ്പിക്കും. നമുക്ക് ശേഷം ഒരാളെ വേണമല്ലോ. എങ്ങനെയാ അവരൊക്കെ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാ? കുട്ടികൾ നാട്ടിൽ തന്നെ, അവിടെ തന്നെ. അല്ല അവരെങ്ങനെ, എന്റെ വാപ്പ ഇങ്ങനെ ഫേമസ് ആണ്, ടീച്ചർമാരൊക്കെ ചോദിക്കലുണ്ട്, വാപ്പ ഫേമസ് ആണ് അവിടെ. എല്ലാ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ. ഓക്കെ. പിന്നെ ലക്ഷദ്വീപിലെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവിടെ കേരളവും ലക്ഷദ്വീപും തമ്മിലുള്ളൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ എന്ത് പറയാനുള്ളത്? ലക്ഷദ്വീപും കേരളത്തിലേക്കും വരുമ്പോഴുള്ള മാറ്റങ്ങളോ, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? നമുക്ക് അങ്ങനെ മാറ്റം അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഞാനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് വെച്ചാൽ അവരൊക്കെ പറയും അവിടെ ബീവറേജ് ഇല്ല എന്ന് പറയും. അവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല, അവിടെ നിരോധിത മേഖലയാണ്. ജയിലില്ല അല്ലേ? ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അനാർക്കലിയിൽ പറയുന്നുണ്ട് അവിടെ കുറ്റം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് അവിടെ ജയിലിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നല്ല മനുഷ്യരാണ്. നമ്മളവിടെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അങ്ങനെ എല്ലാവരും, ഏത് പാതിരാത്രി ആർക്കും എവിടെയും പോകാം, പാമ്പില്ല, പട്ടിയില്ല, ഒന്നുമില്ലല്ലോ അവിടെ. നമ്മളെ പൂച്ചയും കോഴിയും താറാവും ആടും പശു ഇതൊക്കെയാണ് ഉള്ളത്. വീട്ടിലുണ്ടോ കൃഷി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വീട്ടിലുണ്ട്. ഓക്കെ. പിന്നെ എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും, എണ്ണിയിട്ടുണ്ടോ? അത് എനിക്കറിയില്ല, ഇഷ്ടം പോലെ പാട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം സിനിമാ ഗാനങ്ങളാണോ അല്ലെങ്കിൽ ഏതായിരിക്കും കൂടുതൽ പാടിയിട്ടുണ്ടാവുക? കൂടുതലും ഞാൻ ഈ ടച്ചുള്ള സൂഫി ഗാനങ്ങളും പിന്നെ ഈ മദ്ഹ് ഗാനങ്ങളൊക്കെയാണ് കൂടുതലും പാടുന്നത്. ഈ നമ്മളെ ഈ മക്കാമുകളും മക്കബറ ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പാട്ടാണ് കൂടുതലും. ചെറുപ്രായത്തിൽ നിന്ന് അങ്ങനെ തന്നെയാണ് ഞാൻ. കഥാപ്രസംഗത്തിൽ ചരിത്ര കഥാപ്രസംഗം ഉണ്ടല്ലോ നമ്മളെ, മുസ്ലിം ബദർ, ഇങ്ങനത്തെ ചരിത്ര കഥാപ്രസംഗ രൂപത്തിലായിരുന്നു ആദ്യമൊക്കെ പാടല്. എൻ്റെ ജ്യേഷ്ഠൻ പറയും, ഞാൻ പാടും. ജ്യേഷ്ഠനായിരുന്നു അപ്പം. പിന്നെ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ അവാർഡായിട്ട് പറയാനൊന്നുമില്ല. ഇപ്പൊ ഈ നമ്മളെ ഈ വൈറലായതിനു ശേഷമാണ് ഇങ്ങനെ പലരും ഇങ്ങനെ വിളിക്കുന്നു, സ്വീകരണങ്ങൾ തരുന്നു, നമുക്ക് തരുന്നതും. ആദ്യം നമ്മളിങ്ങനെ ഞാൻ മുന്നേ തന്നെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. അതാണ് ഇത്ര വരെ നമ്മളിങ്ങനെ പിടിച്ചിരുന്നത്. നമ്മളൊരു 30-38 വർഷമായി പാട്ട് പാടാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് നമ്മളെ ശരിക്കും ഇങ്ങനെ കേരളത്തിൽ ഒക്കെ അറിയണത് ഇപ്പോഴാണ്. അപ്പം ഇപ്പം ഈ ഒരു ജീവിതത്തിൽ, ഇത്രയും നാളത്തെ ജീവിതത്തിൽ 38 വർഷത്തോളം പാട്ടുപാടി, ഈ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു അവാർഡ് എന്ന് പറയുന്ന ഏതെങ്കിലും ആൾക്കാരുടെ വരികളായിരിക്കാം, നന്നായി എന്ന് പറയുന്ന ഒരു അപ്രീസിയേഷൻ ആയിരിക്കാം. അപ്പൊ എന്താണ് ഏറ്റവും വലിയൊരു അവാർഡായിട്ട് കാണുന്നത്? അത് ഈ പാട്ട് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും. ഇപ്പൊ എവിടെ ഏത് സദസ്സിൽ പോയാലും കേരളത്തിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ നോൻപിന് 2 മാസം മുന്നേ ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ട് നോൻപ് വന്നപ്പോൾ നിർത്തിപ്പോയതാണ്. പിന്നെ ഞാൻ ഡേറ്റ് കൊടുത്ത് പെരുന്നാളിന് ശേഷം ആണ് ഇപ്പോൾ ഡേറ്റ് കൊടുത്തത്. ഇപ്പോൾ 13-നാണ് തുടങ്ങിയത്. അപ്പോൾ ഏത് സദസ്സിൽ പോയാലും ഈ ഭ്രാന്താണ് എല്ലാവർക്കും പാടിക്കൽ. അപ്പോൾ നമുക്ക് ഈ ജാബിർ സുലൈം ഖാനോട് നമുക്ക് വേറൊരു ഇഷ്ടമാണ് കൂടുതലും. മൂപ്പരതാണ് പറയും. ഇപ്പോൾ എന്നോട് പറയും, ഈ പാടിക്കോളി, ഇതായിക്കോളി, എന്ത് വേണമെങ്കിലും ചെയ്തോളിയൊക്കെ പറയും മൂപ്പര് വരികളൊക്കെ. പക്ഷെ ഞാൻ എല്ലാ പാട്ടും പാടിയിട്ടില്ല.
എല്ലാ പാട്ടും അങ്ങനെ നോക്കിയിട്ടില്ല മൂപ്പരത്. ചില പാട്ടുകൾ മാത്രം ഇങ്ങനെ ആൾക്കാർ ആവശ്യപ്പെടുമ്പോൾ സ്റ്റേജിൽ, ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഹജ്ജ്, പിന്നെ നോമ്പിൻ്റെ പാട്ട്, ഹജ്ജിൻ്റെ പാട്ടൊക്കെയാണ് ഇങ്ങനെ പാടൽ. ഈ ഭ്രാന്തായാലും മൂപ്പർ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. എല്ലാം നല്ല രസമുള്ള പാട്ടാണ്, കേൾക്കാനും നമുക്ക് ചിന്തിക്കാനും നല്ല ഗ്രഹിക്കാനും ഒക്കെ നല്ല പാട്ടാണ്. വളരെ സീരിയസ് ആയിട്ട് പോകുന്നുണ്ടെന്നാണ് നമ്മുടെ ഇന്റർവ്യൂ. ഞാനൊരു ഫൺ സെഗ്മെന്റിലോട്ട് പോകാം. റാപ്പിഡ് ഗസ് ചെയ്തിട്ട് പറയണം. ഇപ്പം നമ്മൾ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇനി ഇതിലും വലുതായിട്ട് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആലോചിച്ചൊന്ന് പറഞ്ഞു തന്നാൽ മതി. വേഗം പറയണേ. ഓക്കെ. ലക്ഷദ്വീപിന്റെ ചീഫ് മിനിസ്റ്റർ ആവാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? അതൊന്നും സ്വപ്നത്തെ പോലും. എന്നാലും പറ, ചുമ്മാ നമുക്ക് പറയാലോ. ചീഫ് മിനിസ്റ്ററൊക്കെ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. എന്നാലും പറ, എന്താവും ആദ്യം ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും? ആലോചിച്ച പോലും നോക്കിയിട്ടില്ല അല്ലേ? കിട്ടൂല. ഇല്ല, ആലോചിച്ചിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഓക്കെ. അടുത്തത്, മോഹൻലാലിന്റെ കൂടെ പാട്ട് പാടാനാണോ അതോ മമ്മൂട്ടിയുടെ സിനിമയിൽ പാട്ട് പാടാനാണോ ഒരവസരം കിട്ടിയാൽ ഏതാദ്യം ചൂസ് ചെയ്യും? രണ്ടും ഒരേ ദിവസം, അപ്പൊ ഏതാദ്യം ചൂസ് ചെയ്യും? മമ്മൂക്കാന്റെ കൂടെയാണ്. കണ്ടോ, ലാലേട്ടൻ ഫാൻസ് കാണട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു വരം കിട്ടിയെന്ന് വിചാരിക്കും. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്യാൻ വേണ്ടി ഒരു വരം കിട്ടി, അപ്പൊ എന്ത് ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാനും നിനക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്ത് ചെയ്യും ആദ്യം? വളരെ കൂടുതൽ ആലോചിക്കുന്ന ആളെ. ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10 ഡയറി മിൽക്ക് എന്നൊക്കെ ആദ്യം തന്നെ പറയും. ഇത് കുറെ ആലോചിക്കുന്ന ആളെ. കാരണം എന്തെങ്കിലും സിമ്പിളായിട്ട് ആലോചിച്ചോക്ക്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പിന്നെ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കണ്ണും പൂട്ടി ഏത് പാട്ട് പാടും? മറുപടി പ്രണയമല്ലേ ആ പാട്ടാണ്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയത് അല്ലേ? അതാണ് ഇപ്പൊ നമ്മള് പ്രചരിപ്പിക്കേണ്ടത്. കാരണം നമ്മളെ കുറിച്ചൊരു ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ തിരിച്ച് നമ്മൾ മറുപടി അയാളെ കൂടെ പറയുന്നതിനേക്കാളും നല്ലത് ജനത്തിനോട് പറയല്ലേ. ആ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പാട്ട് എപ്പോഴും ഇപ്പൊ പാടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു 1 കോടി രൂപ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കും, എന്ത് ചെയ്യും ആ പൈസ കൊണ്ട്? ആലോചിക്ക, ചുമ്മാ വെറുതെ പറ. നമുക്ക് വീടെടുക്കണം, വീട് പണിയും. ഓക്കെ. പിന്നെ പുതിയ ആൾക്കാരടുത്ത്, പുതിയ ഗായകരടുത്ത് പറയാനുള്ള ഒരു ടിപ്പ് എന്തായിരിക്കും? പാട്ട് പാടാൻ ആഗ്രഹമുള്ള ആൾക്കാരടുത്ത്, പാട്ട് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരടുത്ത് പറയാൻ പറ്റിയ ഒരു സന്ദേശം എന്തായിരിക്കും? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കാത്ത ആളായതുകൊണ്ട് നമുക്ക് ഒരാളെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. നമ്മൾ പള്ളിക്കൂടത്ത് പോകാത്തത് കൊണ്ട് നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. പിന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്, എന്നെ അനുകരിക്കുന്ന. അത് നമ്മളെ ദ്വീപിൽ തന്നെയാണ്, ലക്ഷദ്വീപിൽ തന്നെ കുറേ കുട്ടികളുണ്ട് എന്നെ പോലെ ഇങ്ങനെ പഠിക്കാതെയും എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എങ്ങനെയാണോ പാടുന്നത് അതുപോലെ കേട്ട് പാടുന്ന കുട്ടികൾ. പിന്നെ അവരൊക്കെ ഇങ്ങനെ വളർന്നു വരാത്ത, നമ്മളെ ലക്ഷദ്വീപിൽ ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്. അവരൊക്കെ വളർന്നു വരാത്തത്, അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആളില്ല. ഒരു മ്യൂസിക്കിൻ്റെതോ അല്ലെങ്കിൽ ഒരു തബലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഓർഗൻകാരനോ ഒരു വയലിൻകാരനോ ഫ്ലൂട്ടുകാരനോ ഒരു പാട്ട് പഠിച്ച, സംഗീതം മുഴുവനായിട്ട് പഠിച്ച അങ്ങനെ ആരും ദ്വീപിലില്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ ദ്വീപിലുള്ള ഒരു കലാകാരനും ഇവിടെ വളർന്നു വരാത്തത്. അപ്പൊ അത് ആഗ്രഹിച്ചൂടെ? വരം കിട്ടുമ്പോ ആഗ്രഹിക്കാലോ, പക്ഷെ ആഗ്രഹം നമുക്ക് നമുക്ക് ആഗ്രഹിക്കാലോ. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ നടക്കും, ഒക്കെ ശരിയാവും. ഓക്കെ. പിന്നെ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്ന അപ്കമിങ് മൂവീസ് അല്ലെങ്കിൽ മ്യൂസിക്? ഏതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ഗാനങ്ങൾ? ഇനി ഇതുപോലെ തന്നെ നമ്മള് പ്രണയം, ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രണയത്തിന്റെ പാട്ടാണ് നമുക്ക് അടുത്ത് ഇനി കൊടുക്കാനും എല്ലാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. 2-3 പാട്ട് നമ്മൾ മറ്റേ KM-ന്റെ ഒരു 3 പാട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും ഇവിടെ നിന്ന് തന്നെ അത് ചെയ്യും. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അത് ചെയ്യും. അതും ഇതുപോലെ തന്നെയാണ്. ഈ ഭ്രാന്ത് ഇതുപോലെ തന്നെ, പ്രണയം, അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ പ്രണയിക്കുക.
ഓക്കെ പറയുന്നു, അതാണ് ആ വരി കൊടുത്തത്. പറയുന്നവർ പറയട്ടെ, നമ്മൾ പ്രണയിക്കും. ഓക്കെ. നമ്മൾ ഈ പ്രണയം വിടൂല. പിന്നെ ഈ ഒരു പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രണയിനിക്കാണോ? അത് നമ്മളെ പ്രേമഭാജനത്തിന്, പ്രേമവാദത്തിന് ഗുരുവിനാണ്? ഓക്കെ നമ്മളെല്ലാം അവിടെ തന്നെയാണ് സമർപ്പിക്കുക. ഓക്കെ പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകും. ഓക്കെ. അപ്പം ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റട്ടെ. ഇനിയും സിനിമയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. നമുക്ക് ഒരു പാട്ടും കൂടി പാടി വൈൻഡപ്പ് ചെയ്യാം. മഷഹൂറത്തോലിയോരെ മതമുറ്റും മതിയോരെ മമ്പുറം മണ്ണിൽ മറൈന്തോരേ മഹനീയ സെയ്തേ മധുമലർ സിറാജേ മമ്പുറം സെയ്ദ് അലവിയോരേ മമ്പുറം സെയ്ദ് അലവിയോരേ മഷഹൂറത്തോലിയോരെ മതമുറ്റും മതിയോരെ മമ്പുറം മണ്ണിൽ മറൈന്തോരേ മഹനീയ സെയ്ദേ മധുമലർ സിറാജേ മമ്പുറം മണ്ണിൽ മറൈന്തോരേ മമ്പുറം സെയ്ദ് അലവിയോരേ. ഓക്കെ, അടിപൊളി. അപ്പൊ ഇനിയും ഒത്തിരി വലിയ ഗായകനായിട്ട് ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.